ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സിബിൻ ജോസഫ്. എല്ലാ ചങ്കും അച്ഛന്മാർക്കും എച്ച് പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ ചെറിയ വൈൻ ഉണ്ടാക്കുന്ന വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വൈൻ ഉണ്ടാക്കുന്നതിന് ആകെ 3 ദിവസം മാത്രം മതി ഉണ്ടാക്കി നമുക്ക് കുടിക്കാനായിട്ട്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങളിതിൽ ടെസ്റ്റ് എടുക്കുന്ന വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്താണ് ബെല്ലൈക്കനും കൂടെ എനേബിൾ കഴിഞ്ഞാൽ ഞാനൊന്ന് പുതുതും വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 1 കിലോ കറുത്ത മുന്തിരിയാണ്. നമ്മളതിപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഒരു ഇളം ചൂടുവെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ തുടച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി മുന്തിരി ഇടുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് 3/4 കിലോ പഞ്ചസാരയാണ്. അതിനുശേഷം നമ്മളിനി അതിലേക്ക് കുറച്ച് കറുവാപ്പട്ട, പിന്നെ 2-3 ഗ്രാമ്പു, പിന്നെ 2 ഏലക്ക, ഞാൻ വീഡിയോ കാണിച്ചിരുന്ന പോലെ ഇത്രയാണ് നമ്മളിനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മളിനി 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇനി ആ മിശ്രിതത്തിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്തതായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മളിനി കുക്കറിന് അടപ്പ് വെച്ചിട്ട് ചെറിയൊരു ഫ്ലെയിമിൽ അത് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരിക്കലും കുക്കറിന് അടപ്പിന് മുകളിൽ വിസിൽ വെക്കരുത്. നമുക്ക് ആ സ്റ്റീം പുറത്തോട്ട് വരുന്നത് കാണണം. ആ സ്റ്റീം പുറത്ത് വരുന്ന ടൈം ആകുമ്പോഴത്തേനും നമ്മളത് ഓഫാക്കി എടുത്ത് സൈഡിൽ വെക്കണം. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇതേ സമയമാകുമ്പോൾ ഇനി അത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ചെറുതായിട്ട് ആവിയൊക്കെ പുറത്തു വരാൻ തുടങ്ങി. ഇനി നമ്മളിത് ഓഫാക്കി സൈഡിൽ വെക്കാണ്ട് നാളെ ഇതേ സമയമാകുമ്പോൾ ഇനി ഇത് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ 1 ദിവസം കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുന്തിരിയൊക്കെ പൊട്ടി അതിൻ്റെ മുകളിലേക്ക് വന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പഴയ പോലെ അടച്ച് ഒരു സൈഡിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നാളെ ഇതേ സമയമാകുമ്പോൾ ഇനി അത് എടുത്ത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു വൈൻ്റെയൊക്കെ മണം വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ മുന്തിരിയൊക്കെ നല്ലപോലെ തന്നെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ കുരുവൊക്കെ മുകളിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അത് പഴയ പോലെ തന്നെ അടച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ നാളെ ഇതേ സമയമാകുമ്പോൾ പിന്നെ എടുക്കണം. അപ്പോൾ നാളെയാണ് നമ്മളിത് എടുത്തിട്ട് അതൊന്ന് അരിച്ച് വൈൻ എടുത്ത് മാറ്റി വെക്കുന്ന ദിവസം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിപ്പോൾ 3ാമത്തെ ദിവസമാണ്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് എല്ലാ മുന്തിരിയും നല്ലപോലെ പൊന്തി കിടപ്പുണ്ട്. പിന്നെ ഇപ്പോൾ നല്ലപോലെ മണം വരുന്നുണ്ട് വൈൻ്റെ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന തവിയുടെ ഒരു വശം കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഒട്ടും പോകാതെ തന്നെ മൊത്തം മുന്തിരി വൈനും കിട്ടും.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഒന്നുകൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തോർത്ത് ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി എന്തെങ്കിലും ചെറിയ കരടുകളൊക്കെ അതിനകത്തുണ്ടെങ്കിൽ ജസ്റ്റ് അതെല്ലാം ഒന്ന് ക്ലിയർ ആക്കി ഇട്ടായിട്ടാണ് നമ്മൾ രണ്ടാമതൊന്നുകൂടെ അരിച്ചെടുക്കുന്നത്. Town to town, from London to Taiwan, I've been all around the globe trying to protect your soul. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമ്മളിപ്പോൾ അരിച്ചെടുത്തേക്കുന്ന വൈന് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് വേണേൽ അധികം വെളിച്ചൊന്നും കയറാത്ത ഇരുട്ടായ സ്ഥലത്തുകൊണ്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മുടെ വൈൻ്റെ മൊത്തം വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് വെക്കാം. ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ അല്ലേ ഇപ്പോൾ വരുന്നത്. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി വൈനാണ്. പിന്നെ എന്താ ഗൈസ്, പിന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഇത് ആദ്യത്തെ 2-3 ദിവസത്തിന് സ്ത്രീകൾക്കും കുട്ടികൾക്കും കഴിക്കാം. അത് കഴിയുമ്പോഴത്തേന് എൻ്റെ വീഡിയോ ഒക്കെ നല്ല കൂടി വരും. പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള ഐഡിയയും പിന്നെ റെസിപ്പിയൊക്കെ എനിക്ക് ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സിബിൻ ജോസഫ് ആൻഡ് സൈനിങ് ഔട്ട്.